Without a doubt, the coming of our Lord into the world and his steadfast march to Calvary is good news. ശരിയായ രീതിയിൽ സദ്വാർത്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വരികയും ക്രൂശിലേക്ക് ദൃഢചിത്തതയോടുകൂടെ യാത്ര ചെയ്യുകയും ചെയ്ത ആ വലിയ അനുഭവവും ക്രിസ്തുവിൽ കൂടെ ലഭിച്ച ദാനവും മാത്രമേ. But it can only be recognized as good news if the people who inhabit the world sense their deep need for what Jesus is offering. ഇത് സദ്വാർത്തയായി തീരണമെങ്കിൽ യേശുവിലൂടെ നമുക്ക് ലഭിച്ച ആ ദാനം സ്വീകരിപ്പാൻ തക്കവണ്ണം ആഴമായ ഒരു വാഞ്ച നമ്മളിൽ ഉണ്ടായിരിക്കണം. And therein lies our dilemma. അവിടെയാണ് നമുക്ക് ഒരു വൈഷമ്യം നേരിടുന്നത്. Our mega dilemma, if you will. നമ്മുടെ ഒരു വലിയ വൈഷമ്യം തന്നെയാകുന്നു അത്. For too many in the world and even in the church, നമ്മുടെ സഭയിലും ലോകത്തിൽ എല്ലായിടത്തും തന്നെ our mega dilemma is that we no longer sense our deep need for what Jesus coming brings to us. നമ്മുടെ വൈഷമ്യം എന്താകുന്നു എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിച്ചതായുള്ള ആ വലിയ ദാനം എന്താണെന്ന് തിരിച്ചറിയുകയും അത് പ്രാപിപ്പാനുള്ള വാഞ്ച നമ്മളിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. This great saving act of God slips by us almost unnoticed. ദൈവത്തിൻ്റെ ഈ രക്ഷണ്യ പ്രവർത്തനം പലപ്പോഴും നമ്മിൽ നിന്ന് വഴുതിപ്പോവുകയാണ് നമ്മൾ അവഗണിക്കുന്നതിലൂടെ. What great words of salvation! രക്ഷയുടെ ഈ വലിയ സുവിശേഷം. God was in Christ Jesus reconciling the world unto himself. ദൈവം യേശു ക്രിസ്തുവിലൂടെ ലോകത്തെ അനുരഞ്ജനപ്പെടുത്തി രമ്യപ്പെടുത്തി എന്നുള്ള വലിയ സദ്വാർത്ത. Reconciliation to God is man's basic need. ദൈവവുമായിട്ടുള്ള അനുരഞ്ജനമാണ് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമെന്ന് പറയുന്നത്. It implies that the root of our evil condition is estrangement from God. നമ്മുടെ ദുരവസ്ഥയുടെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിങ്കൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നുള്ളതത്രേ. God and we are not at one in feeling, thought or will. നമ്മുടെ ചിന്തയും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളും ദൈവത്തിൻ്റെ ചിന്തയും ആഗ്രഹങ്ങളും പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ വിഷമത്തിലാക്കുന്നത്. The fault is ours, not God. അതിൻ്റെ തെറ്റ് നമ്മുടെ ഭാഗത്ത് തന്നെയാണ്, ദൈവത്തിൻ്റെ ഭാഗത്തല്ല. The chasm has been dug from our side. നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ വല്ലാത്ത ഒരു ഗർത്തം കുഴിച്ചിരിക്കുകയാണ്. But in Christ, God has bridged it. എന്നാൽ യേശു ക്രിസ്തുവിലൂടെ ആ ഒരു അകൽച്ചയെ ദൈവം അടുപ്പിച്ചിരിക്കുന്നു. Because we could not bridge it ourselves. എന്തുകൊണ്ടെന്നാൽ നമുക്ക് ആ അകൽച്ചയെ അടുപ്പിപ്പാനായി സ്വയം സാധിക്കുകയില്ല. God has stepped in to heal the estrangement and to reconcile us to himself. അകന്നു നിൽക്കുന്ന മനുഷ്യനെ അകൽച്ചയിൽ നിന്ന് തിരികെ കൊണ്ടുവരുവാനും ദൈവവുമായിട്ട് അവനെ രമ്യപ്പെടുത്തുവാനും ദൈവം ഈ ഭൂമിയിലേക്ക് യേശു ക്രിസ്തുവിലൂടെ വന്നു. It is God who seeks us. ദൈവമാണ് നമ്മളെ അന്വേഷിക്കുന്നത്, not we who seek God. നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് ചെല്ലുകയല്ല. Our estrangement from God can take various forms. ദൈവത്തിങ്കൽ നിന്നുള്ള ഈ അകൽച്ചയ്ക്ക് വിവിധ ഭാവങ്ങളുണ്ട്. The most common form is indifference. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാവം എന്ന് പറയുന്നത് നമ്മുടെ നിസ്സംഗതയാണ്. The psalmist says in Psalm 10:4 that God is not in their thoughts. 10-ാം സങ്കീർത്തനം 4-ാം വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറയുന്നു, അവർ ഗർവമുള്ളവരായി തീർന്ന് അവരുടെ ചിന്തയിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തിയെന്ന്. The indifferent are not aware of any estrangement, for they are not aware of God. നമ്മൾ നിസ്സംഗരായി തീരുമ്പോൾ ദൈവത്തിങ്കൽ നിന്നുള്ള അകൽച്ചയെക്കുറിച്ച് നമ്മൾക്ക് വേണ്ട രീതിയിലുള്ള ബോധ്യമുണ്ടാകുകയില്ല. They took a survey recently in America about the decline in church attendance. അമേരിക്കയിലുള്ള പള്ളികളിൽ സാധാരണ കൂടി വരുന്ന വിശ്വാസ സമൂഹത്തിൽ കുറവ് വന്ന സമയത്ത് ഇത് എന്തുകൊണ്ടാണെന്ന് അറിയാനുള്ള ഒരു കണക്കെടുപ്പ് നടത്തി.
They asked the participants in the survey if they would come to church to hear the gospel. ഈ കണക്കെടുപ്പിൽ അവരോട് ചോദിച്ച ഒരു ചോദ്യം, നിങ്ങൾ ദേവാലയത്തിൽ വരുന്നത് സുവിശേഷം കേൾപ്പാനായിട്ടാണോ? The survey asked, will you come to hear the good news of what God has done for us and for our salvation? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവം ചെയ്ത പ്രവർത്തനത്തിന്റെ സദ്വാർത്ത എന്താണെന്നുള്ളത് കേൾക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുമാണോ നിങ്ങൾ ദേവാലയത്തിൽ വരുന്നത് എന്നാണ് ഒരു ചോദ്യം. A majority of the Americans participating in the survey said no. എന്നാൽ ആ പള്ളിയിൽ വന്ന് സംബന്ധിക്കുന്ന എല്ലാ മിക്കവാറും ആളുകൾ പറഞ്ഞത് ഞങ്ങൾ അതിനു വേണ്ടി അല്ല വരുന്നതെന്നാണ്. They said no, they would not come to church just to hear the gospel. സുവിശേഷം കേൾപ്പാനായിട്ടല്ല ഞങ്ങളിൽ പലരും ദേവാലയത്തിൽ സാധാരണ വരുന്നത്. Wow. Then they asked them to write in what they would come to church for. അപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് പിന്നെ ദേവാലയത്തിൽ വരുന്നത്? അതൊന്ന് എഴുതാനായിട്ട് പറഞ്ഞു. Some said they would come to church to hear about news in the community. സമൂഹത്തിലുള്ള ചില വാർത്തകളൊക്കെ പരസ്പരം കൈമാറാനും കേൾക്കാനും ഒക്കെയാണ് ഞങ്ങൾ പള്ളിയിൽ വരുന്നതെന്ന് ചില ആളുകൾ പറഞ്ഞു. Some said they would come to hear something about self-help events. സ്വയം സഹായ പദ്ധതികളിൽ പങ്കാളികളാകുന്നതിനാണ് ചിലർ വരുന്നതെന്ന് ഉത്തരം പറഞ്ഞു. Others said they would come to hear information on government programs. ഭരണകർത്താക്കളുടെ പുതിയ പരിപാടികളെ കുറിച്ചൊക്കെയുള്ള അറിവ് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞത് പകരുന്നതിന് വേണ്ടിയാണ് വരുന്നതെന്ന് മറ്റു ചില ആളുകൾ പറഞ്ഞു. But a majority said they would not come to church to hear the gospel. എന്നാൽ കൂടുതൽ ആളുകളും പറഞ്ഞത് സുവിശേഷം കേൾക്കുന്നതിനല്ല ഞങ്ങൾ ദേവാലയത്തിൽ വരുന്നത് എന്നത്രേ. They are indifferent to their situation and their estrangement from God. അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഗതി, അവര് ഒരു വിഷമവൃത്തത്തിലാണ്, അവര് ദൈവത്തിങ്കിൽ നിന്ന് അകന്നിരിക്കുന്നവരാണ്. A second form of estrangement from God is anger. രണ്ടാമത്തെ ഈ അകൽച്ചയുടെ ഭാവം എന്ന് പറയുന്നത് നമ്മുടെ കോപം അഥവാ ദേഷ്യം എന്ന് പറയുന്നതാണ്. Sometimes this takes the form of resentment against life and its conditions. ചിലപ്പോൾ നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത് നമ്മളോട് തന്നെയും നമ്മുടെ ജീവിതത്തോടും നമ്മുടെ സാഹചര്യത്തോടും നമ്മെ വെറുപ്പുള്ളവരാക്കി തീർക്കും. Without attributing the blame for these to God. ദൈവത്തോട് ഒരു പക്ഷം വരിയിൽ ഇതിൻ്റെയൊക്കെ പരാതി പറയുകയില്ലായിരിക്കാം, ദൈവമാണ് കാരണമെന്ന് പറയുകയില്ലായിരിക്കാം. But the elementary religious idea that God is responsible for whatever happens in the world, എന്നാൽ ദൈവമാണ് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും കാരണം എന്ന അടിസ്ഥാനപരമായ വിശ്വാസം leads people to set down their sorrows, misfortunes, lack of success, or injustice at the feet of God. അവരുടെ അനീതിയും അവരുടെ സങ്കടവും ആവലാതികളും പരാതികളും ഒക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാനായിട്ട് അതുകൊണ്ട് അവരെ പ്രേരിതരായിത്തീരുന്നു. The last form of estrangement may be that produced by the sense of guilt. നമ്മുടെ കുറ്റബോധമാണ് ഈ അകൽച്ചയുടെ മറ്റൊരു ഭാവം, which is involved in all conscious sin. നമ്മൾ ബോധപൂർവം ചെയ്യുന്ന എല്ലാ പാപങ്ങളിലും ഈ കുറ്റബോധം അതിനോടനുബന്ധിച്ച് ഉണ്ടാകുന്നത് അത്രേ. And which may remain even when the sin has been broken. ആ പാപത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെട്ടു എന്ന് വരികിലും ഈ കുറ്റബോധം നമ്മളെ പിന്നെയും പിന്തുടർന്നുകൊണ്ടിരിക്കും. Whatever the causes of our estrangement, നമ്മുടെ അകൽച്ചയുടെ കാരണം എന്ത് തന്നെ ആയിരുന്നാലും we are in need of a savior who can make us whole again. ഈ അകൽച്ചയിൽ നിന്ന് നമ്മളെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും നമുക്കൊരു രക്ഷകന്റെ സഹായം ആവശ്യമാണ്. So on a day like today, it becomes incumbent upon us to say, ഇത് ഇന്നത്തെ കാലത്ത് ഇത് നമ്മുടെ ഒരു കടമ എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കണം, with power and conviction, that Jesus came to fix that which was broken in our lives. നമ്മുടെ ജീവിതത്തിൽ തകർക്കപ്പെട്ടത് എന്താണോ അതിനെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ടാണ് യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത്. And also in our world. നമ്മുടെ ലോകത്തെ യഥാസ്ഥാനപ്പെടുത്തുവാൻ. This is what the Apostle Paul is getting at in 2 Corinthians 5. അതാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത്.
When Paul says God was in Christ Jesus reconciling the world unto himself, പൗലോസ് പറയുകയാണ് ദൈവം യേശു ക്രിസ്തുവിൽ ലോകത്തെ തന്നോട് തന്നെ നിരപ്പിച്ചു. he is saying that Jesus came into our world and into our lives to fix, to reconnect. പൗലോസ് പറയുന്നത് യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് വന്നത് തകർന്ന അനുഭവങ്ങളെ വീണ്ടും പുനഃസ്ഥാപിക്കുവാനും അത് പുനർനിർണയം പണിയുവാനുമായിട്ടാണ്. To make whole again that which was broken. നമ്മളെ യഥാസ്ഥാനപ്പെടുത്തുവാനും പൂർണ്ണതപ്പെടുത്തുവാനുമായിട്ടാണ് വന്നത്. Jesus came to bring us back into a right relationship with God. ദൈവവുമായിട്ടുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്ക് നമ്മെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. We needed somebody who could make us whole again. നമ്മളെ വീണ്ടും പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും നമുക്കൊരാളുടെ സഹായം ഉണ്ടെങ്കിലേ മതിയാകുകയുള്ളൂ. The songwriter asked, "What can wash away my sin?" ഒരു പാട്ട് എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ പാപം എങ്ങനെ കഴുകിക്കളവാനായിട്ട് സാധിക്കും? Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ അത് സാധ്യമല്ല. What can make me whole again? എന്നെ വീണ്ടും പൂർണ്ണതയുടെ അവസ്ഥയിലേക്ക് കൊണ്ടുവരുവാൻ എന്തിനു സാധിക്കും? Nothing but the blood of Jesus. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അല്ലാതെ അത് സാധ്യമല്ല. And this is our challenge today. ഇന്നത്തെ നമ്മുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്. To face up to the brokenness in our world. നമ്മുടെ ലോകത്തിൽ തകർക്കപ്പെട്ട അനുഭവങ്ങളെ എന്താണോ അതിനെ നമ്മൾ നേരിടണം. But also the brokenness in us that Jesus came to fix. ലോകത്തിൽ മാത്രമല്ല നമ്മുടെ ജീവിതത്തിലും തകർക്കപ്പെട്ടതായുള്ള അവസ്ഥ അത് മാറ്റപ്പെടേണ്ടതായിട്ടുണ്ട്, പുനഃ ക്രമീകരണം ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട്. It is so often difficult to hear someone talk to us about what is going on inside of us. ചില ആളുകൾ ചിലപ്പോൾ പറയുന്നുണ്ട്, എൻ്റെ ഉള്ളിൽ എന്നാ സംഭവിക്കുന്നത്, എനിക്ക് എന്നാ സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. But as Dr. A. Lewis Patterson from the United States so ably reminds us, ലൂയിസ് പാറ്റേഴ്സൺ എന്ന് പറയുന്ന പാശ്ചാത്യക്കാരന് ഇപ്രകാരം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, it is underneath the skin where life is truly lived. നമ്മുടെ ചർമ്മത്തിന്റെ പുറത്തല്ല, ചർമ്മത്തിന്റെ ഉള്ളിലാണ് നമ്മുടെ യഥാർത്ഥമായുള്ള ജീവൻ വസിക്കുന്നത് എന്നത്രേ. Henry David Thoreau captures some of our inward dilemma when he says, ഹെൻറി ഡേവിഡ് ഇപ്രകാരം പറയുന്നുണ്ട്, ഈ വിഷമവൃത്തത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാകുന്നു, the mass of men lead lives of quiet desperation. ഒട്ടുമുക്കാലും ജനങ്ങള് ഗതികെട്ട ഒരു അനുഭവത്തിലാണ് ജീവിക്കുന്നത് എന്ന്. Those sayings tag for us what we know to be the truth. നമ്മൾ അതിന്റെ സത്യാവസ്ഥ എന്താകുന്നു എന്നുള്ളത് ഇതിലൂടെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. That even when we look so nice on the outside, നമ്മുടെ പുറമേ നോക്കുമ്പോൾ നമ്മളൊക്കെ വളരെ മനോഹരന്മാരാണ്, and greet one another so warmly as brothers and sisters in വളരെ Christ. ഊഷ്മതയോടുകൂടെ നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സ്വാഗതം ചെയ്യും. So often in the inner chambers of our hearts there is turmoil. എന്നാൽ നമ്മുടെ ഉള്ളിൽ വല്ലാതെ തിളഞ്ഞു മറിയുന്ന ഒരു അനുഭവമായിരിക്കും ആ സമയത്തും. Unrest, fear and angst. അസ്വസ്ഥത, ഭയം, ഇങ്ങനെയുള്ളതായുള്ള ഒരു അനുഭവമായിരിക്കും പലപ്പോഴും നമ്മുടെ ഹൃദയത്തെ ആ സമയത്തും ഭരിക്കുന്നത്. And this tension and anxiety that we so often feel, നമ്മുടെ ഉള്ളിൽ അനുഭവിക്കുന്ന പിരിമുറുക്കവും അസ്വസ്ഥതയും പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്നത് are caused by so much that is not good and is not right in our lives. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങളൊന്നും അത്ര ശരിയായ സംഗതിയല്ല, അത് നമ്മുടെ വളർച്ചയ്ക്ക് നമ്മെ സഹായിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. All too many of us have come to believe that this is just the way life has to be. ജീവിതം ഇങ്ങനെയൊക്കെ ഉള്ളൂ എന്നൊക്കെയാണ് പല ആളുകളൊക്കെ പലപ്പോഴും പറയുന്നത്. All about us, day in and day out, we have to deal with brokenness. എന്നാൽ എല്ലായ്പ്പോഴും നമ്മൾ ഒരു കാര്യം ഓർത്തിരിക്കണം, നമ്മൾ ഈ തകർന്ന അനുഭവവുമായിട്ട് ബന്ധിച്ച് ആ അനുഭവത്തെ പല രംഗങ്ങളിലും നേരിട്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. Even though we know we are broken, നമ്മൾ ആ തകർക്കപ്പെട്ട അനുഭവത്തിലാണെന്ന് വരികിലും it is difficult to hear what God intends to do about it. എന്നാൽ അതിനെക്കുറിച്ച് ദൈവം പറയുന്നത് അത് എങ്ങനെ മാറ്റണമെന്ന് ദൈവം നമുക്ക് ഉത്ബോധനം തരുന്നത് സ്വീകരിപ്പാൻ നമ്മൾ മനസ്സുള്ളവരല്ല.
even when we know we are broken. നമ്മൾ തകർക്കപ്പെട്ട അനുഭവത്തിലായിരിക്കുന്നു എന്ന് അറിയാമെങ്കിൽ പോലും, In spite of all of our symbolism and richness of this day, നമ്മൾ ബാഹ്യമായി എന്തൊക്കെ പ്രകടിപ്പിക്കുന്നോ, ഏതൊക്കെ പ്രതിരൂപങ്ങൾ കാണിക്കുന്നോ, in our heart of hearts we know we are broken. എന്നാൽ നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമ്മൾ തകർക്കപ്പെട്ട ഒരു അവസ്ഥയിലും അനുഭവത്തിലുമാണെന്ന്. Our homes are broken. നമ്മുടെ കുടുംബങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. Hearts are broken. നമ്മുടെ ഹൃദയങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. Relationships are broken. നമ്മുടെ ബന്ധങ്ങൾ തകർന്നിരിക്കുന്നു. Lives are broken. നമ്മുടെ ജീവിതം തകർക്കപ്പെട്ടിരിക്കുന്നു. നിയമങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. Promises are broken. നമ്മുടെ വാഗ്ദാനങ്ങൾ തകർക്കപ്പെട്ടിരിക്കുന്നു. Friendships are broken. നമ്മുടെ സൗഹൃദങ്ങൾ തകർന്നിരിക്കുന്നു. Bonds of trust, sometimes right here in the church, are broken. നമ്മുടെ സൗഹൃദങ്ങളിലുള്ള ആ ഒരു ആശ്രയത്വം, അത് പരസ്പരമുള്ള സൗഹൃദത്തിലുള്ള ആശ്രയത്വം പോലും നമുക്ക് പലപ്പോഴും നഷ്ടപ്പെട്ടിരിക്കുന്നു. Bear with me. My sister emailed me 2 days ago. 2 ദിവസം മുൻപ് എൻ്റെ സഹോദരി എനിക്കൊരു ഇമെയിൽ സന്ദേശം അയച്ചു. To tell me that a young man we know of in Texas had come to a tragic end. ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു വ്യക്തി, ടെക്സസിലുള്ളതായുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു ദുരവസ്ഥ ഉണ്ടായി എന്നുള്ളതിനെക്കുറിച്ച്. He became estranged from his girlfriend. അവൻ്റെ സുഹൃത്തായിരുന്ന ഒരു പെൺകുട്ടിയിൽ നിന്ന് അവന് അകലുവാനായിട്ട് ഇടയായി. He pulled out a gun and shot his girlfriend to death. ആ വേദന സഹിക്കവയ്യാതെ കണ്ട് അവൻ്റെ തോക്കെടുത്ത് അവൻ്റെ കൂട്ടുകാരിയെ അവൻ വെടിവെച്ചു കൊന്നു. And then he put the gun in his mouth and shot himself. തിരിച്ച് ആ തോക്കെടുത്ത് അതിനുശേഷം അവൻ്റെ വായിലേക്ക് തന്നെ വെടിവെച്ച് അവൻ്റെ ജീവിതം അവസാനിപ്പിച്ചു. He was 34 years old. 34 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. Brothers and sisters, we are broken. പ്രിയ സഹോദരങ്ങളെ, നമ്മളൊക്കെയും വിവിധ രീതിയിൽ തകർന്ന അവസ്ഥയിലാണ്. This is the message for today. നിങ്ങൾക്ക് ഇന്ന് ദൈവം തമ്പുരാൻ തരുന്ന ദൂത് ഇന്നത്തേക്ക് ഇതാണ്. This is the good news for today. ഇന്നത്തെ സദ്വാർത്ത എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. Jesus came because there was something wrong and broken at the very center of our existence. നമ്മുടെ സത്തയുടെ കേന്ദ്രബിന്ദുവിൽ നമുക്ക് നഷ്ടപ്പെട്ടതും തകർക്കപ്പെട്ടതുമായ പല കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് നമ്മുടെ ഉള്ളിലേക്കും വന്നത്. In our day there has been such a cheapening of the gospel. ഇന്നത്തെ കാലത്ത് സുവിശേഷ പ്രസംഗങ്ങൾ പലപ്പോഴും വലിയ വിലയില്ലാത്ത രീതിയിലുള്ള പ്രസംഗങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്. Such a shallow pronouncing of the unsearchable riches of his grace. ദൈവത്തെ വിളിച്ചാൽ ഭൗതികമായ വലിയ അനുഗ്രഹങ്ങൾ നമുക്കുണ്ടാകുമെന്നാണ് പല പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നത്. That if one were to give full ear to the popular TV preachers of our day, ഇന്നത്തെ കാലത്തെ പ്രസംഗകർ, പ്രത്യേകിച്ച് TV മാധ്യമങ്ങളിൽ കൂടെയൊക്കെ വചനഘോഷണം നടത്തുന്നവര്, you could come away thinking that Jesus came just so that you could get a job, a car, and a house. അവരുടെ പ്രസംഗം കേട്ടാൽ തോന്നും യേശു ഈ ഭൂമിയിലേക്ക് വന്നത് നിനക്കൊരു ജോലി കിട്ടാൻ, ഒരു കാറ് വാങ്ങിക്കാൻ, അല്ലെങ്കിൽ ഒരു വീടുണ്ടാക്കാനായിട്ട്. But Jesus did not come merely for our material success. നമ്മുടെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി മാത്രമല്ല യേശു ഈ ലോകത്തിലേക്ക് വന്നത്. Our worldly gain or our creature comforts. നമ്മുടെ ലൗകികമായിട്ടുള്ള സുഖത്തിനോ സംതൃപ്തിക്കോ അല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. Jesus came because there was something seriously wrong at the center of our existence. നമ്മുടെ സത്തയിൽ കാതലായ ചില ഭ്രംശങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ തുനിഞ്ഞത്. And we had not within us the means or the resources to fix that which was broken. നമ്മളിൽ ഉണ്ടായിരിക്കുന്ന തകർച്ച വീണ്ടും യോജിപ്പിക്കാനായിട്ടുള്ള കഴിവ് നമ്മളിൽ തന്നെ ഇല്ലാത്തതുകൊണ്ടാണ് ദൈവം നമ്മെ സഹായിക്കാനായിട്ട് മുൻകൈയെടുത്തത്. Thus God sent Jesus into the world. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ലോകത്തിലേക്ക് അയച്ചത്. To bring us back into a right relationship with God. ദൈവവുമായിട്ടുള്ള ഒരു ശരിയായ ബന്ധത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ യേശുവിനെ ദൈവം ലോകത്തിലേക്ക് അയച്ചു.
Today is no time for that syrupy, sentimental preaching. ഇന്നത്തെ കാലത്ത് നമ്മൾ കേൾക്കുന്നതായിട്ടുള്ള നമ്മെ സുഖിപ്പിക്കുന്ന രീതിയിലുള്ള വചനഘോഷണത്തിന് വലിയ സ്ഥാനമൊന്നുമില്ല വാസ്തവത്തിൽ. That makes our personal whims and desires the center of the sermon. പ്രസംഗങ്ങളുടെ എല്ലാം കാതലായ സാരാംശം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ അഭിലാഷങ്ങൾ ഇതൊക്കെ സാധിച്ചു കിട്ടുന്ന ഒരു മാർഗമായിട്ടാണ്. No time for that preaching that turns heaven into an ATM machine. അങ്ങനെയുള്ള പ്രസംഗങ്ങൾക്കൊന്നും സ്വർഗരാജ്യത്തെ എപ്പോൾ വേണമെങ്കിലും കാശ് പോയി എടുക്കാവുന്ന ഒരു ATM മെഷീനാക്കി മാറ്റുവാൻ സാധിക്കുകയില്ല. It makes God little more than the head teller handing out money. ബാങ്കിൽ ചെല്ലുമ്പോൾ നമുക്ക് പണം തരുന്നതാണ് ആ വ്യക്തിയുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കുന്ന ആ ഒരു അനുഭവത്തെക്കാളൊക്കെ അതീതമായിട്ടുള്ള ഒരു അനുഭവമായിട്ടാണ് നമ്മൾ ദൈവരാജ്യത്തെ കാണേണ്ടത്. No, today God is at the center of the sermon. ഇന്ന് നമ്മുടെ ധ്യാനത്തിൽ, നമ്മുടെ പ്രസംഗത്തിൽ ദൈവം തമ്പുരാൻ നമ്മുടെ കേന്ദ്രമായിട്ട് മാറണം. What God did for us in Jesus is at the center of this sermon. ദൈവം യേശുവിലൂടെ നമുക്ക് എന്ത് ചെയ്തോ അതാണ് ഈ പ്രസംഗത്തിന്റെ കാതൽ എന്ന് പറയുന്നത്. There was something seriously wrong and broken at the center of our lives. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ സത്തയിൽ എന്തോ ചില തകരാറുകൾ കേന്ദ്ര ബിന്ദുവിൽ സംഭവിച്ചിട്ടുണ്ട്. അത് നമ്മെ തകർച്ചയിലേക്ക് എത്തിച്ചു. And we needed somebody who could make us whole again. അത് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനായി നമുക്ക് ഒരാളുടെ സഹായം ഉണ്ടെങ്കിലേ സാധിക്കുകയുള്ളൂ. Thus God sent Jesus to bring us back. അതുകൊണ്ടാണ് ദൈവം യേശുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത്, നമ്മെ തിരികെ കൊണ്ടുവന്ന് യഥാസ്ഥാനപ്പെടുത്തുവാൻ. Thank God for Jesus. യേശു ക്രിസ്തുവിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. Once that relationship has been established, ആ ഒരു ബന്ധം പുനഃസ്ഥാപിച്ചു കഴിയുമ്പോൾ then a proper perspective on these other things comes into view. മറ്റു കാര്യങ്ങളൊക്കെയും ശരിയായ ദിശയിൽ കാണുവാനായിട്ട് അപ്പോൾ നമുക്ക് സാധിക്കും. Seek ye first the kingdom of God and his righteousness. മുന്നമേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. And all these other things shall be added unto you. അതോടുകൂടെ സർവ്വതും ചേർക്കപ്പെടും. But we must first get right with God. എന്നാൽ ഒന്നാമത് നമുക്ക് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ യഥാസ്ഥാനപ്പെടണം. In the black church in America, we sing a song that says, അമേരിക്കയിലുള്ള കർത്ത വർഗക്കാര് കൂടുന്ന പള്ളിയിൽ ഒരു പാട്ട് ഇപ്രകാരം പാടാറുണ്ട്: Get right with God and do it now. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക, അത് ഇപ്പോൾ തന്നെ ആയിക്കൊള്ളണം. Get right with God and he will show you how. നിങ്ങൾ ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുമ്പോൾ അവൻ ശരിയായ ദിശ നിങ്ങൾക്ക് കാണിച്ചു തരും. Down at the cross where my Savior died. എൻ്റെ ക്രൂശിൽ എൻ്റെ കർത്താവ് മരിച്ച ക്രൂശിൽ Get right with God, get right with God. അവിടെ എൻ്റെ കർത്താവുമായിട്ടുള്ള ശരിയായ ബന്ധത്തിലേക്ക് ഞാൻ വരിക. We've got to get the relationship with God straight first. ദൈവവുമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുക എന്നുള്ളതാണ് ആദ്യ പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. Some people want to go out and heal the world. ചില ആളുകൾക്ക് വെളിയിലേക്ക് പോയി ലോകത്തെ മുഴുവനും നന്നാക്കാനായിട്ടൊക്കെ ആഗ്രഹമുണ്ട്. While they themselves are broken. എന്നാൽ അവര് സ്വയം തകർന്ന അനുഭവത്തിലിരിക്കുന്ന ആൾക്കാരാണ്. No, we must get right with God first. അതുകൊണ്ട് ഒന്നാമത് നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കി നമ്മളെ യഥാസ്ഥാനപ്പെടുത്തണം, ആ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കണം. And as we ponder all that God had to do to get us back, ദൈവം നമ്മളെ തിരികെ കൊണ്ടുവരുവാനായിട്ട് ചെയ്ത പ്രവർത്തനങ്ങളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. I'm sure some of you might ask, Preacher, were we really that bad off? നിങ്ങളിൽ ചില ആളുകൾ അത് കേൾക്കുമ്പോൾ ചോദിച്ചേക്കാം, എന്താ പ്രസംഗം, ഞങ്ങൾ അത്ര മോശമായ ആൾക്കാരാണോ? In a word, yes. ഒറ്റവാക്കി പറഞ്ഞാൽ അങ്ങനെ തന്നെയാ. That humankind is in serious trouble from which we need deliverance is a fact assumed everywhere in the Bible. വേദപുസ്തകത്തിൽ ഉടനീളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്ന സംഗതി, മനുഷ്യവർഗം പലപ്പോഴും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവന് നഷ്ടപ്പെട്ടതായുള്ള ആ ബന്ധങ്ങൾ പുനഃക്രമീകരിക്കണമെന്നുള്ള വലിയ ആഹ്വാനമാണ് വേദപുസ്തകത്തിൽ ഉടനീളം നമ്മൾ വായിക്കുന്നത്. This is made explicit at the outset of Genesis.
ഉൽപ്പത്തി പുസ്തകത്തിലെ ആകമാനം നമുക്ക് കാണാവുന്നത് ഈ ഒരു കാഴ്ചപ്പാടാണ്. And it is either explicit or implicit on every page of the New Testament. വളരെ വ്യക്തമായിട്ടും അല്ലാതെയും പുതിയ നിയമത്തിൽ ഉടനീളം ഇതേ ആശയം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും. It is impossible to grasp fully the significance of what Jesus Christ did for us. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ളത് പൂർണ്ണ അർത്ഥത്തിൽ ഗ്രഹിപ്പാനായിട്ട് ഒരു പക്ഷം വരിയിൽ നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല. Separate and apart from the biblical understanding. വേദപുസ്തകത്തിന്റെ മനസ്സിലാക്കലിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിനെ മനസ്സിലാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചാൽ അത് വേണ്ട രീതിയിൽ നമുക്ക് മനസ്സിലാകുകയില്ല.